ജീവിച്ച് കൊതിതീരും മുമ്പേ മരണത്തിൻ്റെ കരങ്ങളിൽ കീഴടങ്ങിയ ഒരു പെൺകുട്ടി. ഇത് അവളുടെ അലയുന്ന ആത്മാവിൻ്റെ കഥ. എന്താണ് അവൾക്ക് സംഭവിച്ചത്? വരൂ നമുക്ക് തുടങ്ങാം. ദി ഗോസ്റ്റ് ഓഫ് ബെല്ലാമി ബ്രിഡ്ജ് വിത്ത് മൈ ചാനൽ. മെയ് 11, 1837 അന്ന് എലിസബത്ത് ജാനി ക്രോമിൻ്റെ ഡോക്ടർ സാമുവലിൻ്റെ വിവാഹമായിരുന്നു. ബെല്ലാമി പ്ലാന്റേഷനുള്ള ആഡംബരപൂർണമായ വീട്ടിലെ റോസ് ഗാർഡനിലായിരുന്നു വിവാഹം. വിവാഹത്തിൻ്റെ അവസാനം എലിസബത്ത് സാമുവലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ എന്നും സ്നേഹിക്കും, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് ഉറങ്ങാൻ പോയ അവളുടെ വസ്ത്രത്തിൽ മെഴുകുതിരിയുടെ തീ ആളിപ്പിടിച്ചു. നിലവിളിച്ചും പരിഭ്രാന്തിയിലും അവൾ ആ വീടിൻ്റെ ഗോവണിപ്പടിയിലൂടെ ഓടി. അപ്പോഴേക്കും അവളുടെ ശരീരം പൂർണ്ണമായും തീയിലകപ്പെട്ടിരുന്നു. തൻ്റെ ഭർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹം ഉള്ളിലൊതുക്കി അവൾ ആ തീയിൽ എരിഞ്ഞടങ്ങി. സാമുവലിന് എലിസബത്തിൻ്റെ വിയോഗം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. തൻ്റെ ദുഃഖം കുറയ്ക്കാൻ മദ്യപാനം അയാളൊരു ശീലമാക്കി. ഈ ദുഃഖത്തിൻ്റെ എല്ലാം ഒടുവിൽ റേസർ ഉപയോഗിച്ച് കഴുത്തറുത്ത് അയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തവരെ അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങളിൽ അടക്കം ചെയ്യുന്നതായിരുന്നു അക്കാലത്തെ പാരമ്പര്യം. അതിനാൽ സാമുവലിനെ തോട്ടത്തിൻ്റെ മൈതാനത്ത് അടക്കം ചെയ്തു. എലിസബത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രാണനായ ഭർത്താവിൻ്റെ കുഴിമാടത്തിനരികെ അയാൾക്ക് കൂട്ടായി എന്നും എപ്പോഴും ഉണ്ടായിരുന്നു. ബെല്ലാമി പാലത്തിൻ്റെ ചുറ്റുമുള്ള ചതുപ്പിലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു നീങ്ങുന്ന അവളെ പലരും കണ്ടതായി പറയപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം മിഥ്യയാണെന്ന് പലരും പറഞ്ഞു. എന്നാൽ അവളുടെ സാന്നിധ്യത്തിൻ്റെ തണുപ്പ് അനുഭവിച്ചവർ, അവളെ നേരിൽ കണ്ടവർ ഇതെല്ലാം സത്യമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. കാലത്തിൻ്റെ മൂടൽ മഞ്ഞിലൂടെ ഒഴുകി നടന്ന അവൾ ഇന്നും തൻ്റെ പ്രാണനായ ഭർത്താവിന് കൂട്ടായുണ്ട്.